Hi guys, welcome back. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സീംലെസ് ട്രാൻസിഷൻസിനെ കുറിച്ചാണ്. പ്രീമിയർ പ്രോയിൽ നമ്മൾ എങ്ങനെ ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ 30 സെക്കൻഡ്സ് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ട്രാൻസിഷൻസിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ വീഡിയോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലേലിസ്റ്റിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കൊരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ പ്രൊജക്റ്റ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ന്യൂ ഐറ്റം, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. ഓക്കെ, ഇത് നമുക്ക് വീഡിയോയുടെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടിടാം. എന്നിട്ട് നമുക്ക് വീഡിയോയുടെ ട്രാൻസിഷൻ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 5 ഫ്രെയിംസ് എടുക്കണം. അതിനുവേണ്ടി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഞാൻ ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്തു. അതിന് ഞാൻ അവിടെ കട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 5 ഫ്രെയിംസ് എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് ആരോ പ്രസ് ചെയ്യുവാണ്. ഓക്കെ, സോ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും 5 ഫ്രെയിംസ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ട്രാൻസ്ഫോം ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഫക്റ്റ് കൺട്രോൾസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്കെയിലിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. 100 ആയിരിക്കണം വാല്യൂ. അത് നമുക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കാം. ആൻഡ് വീണ്ടും ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് അത് നമുക്ക് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. ഇനി നമുക്ക് ട്രാൻസിഷൻ വേണ്ട പോയിന്റിൽ പ്ലേ ഹെഡ് കൊണ്ടുവെക്കാം. എന്നിട്ട് സ്കെയിൽ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 260 കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ നമ്മളൊരു സിമ്പിൾ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഫസ്റ്റ് നമുക്കിത് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാം. നമ്മളിവിടെ വെലോസിറ്റി സ്പീഡ് ഗ്രാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ അറിയാം, വളരെയധികം ഷാർപ്പായിട്ടുള്ള കേർവ്സ് ആണ്. കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാം. ആൻഡ് ഞാൻ ഗ്രാഫിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് റൈറ്റ് ക്ലിക്ക്, ഈസ് ഇൻ കൊടുക്കാം. ആൻഡ് വീണ്ടും റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് ഈസ് ഔട്ട് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള കേർവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്കൊരു മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് വേറെ എഫക്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ട്രാൻസ്ഫോം എഫക്റ്റിൽ തന്നെ യൂസ് കോമ്പോസിഷൻ ഷട്ടർ ആംഗിൾ അൺചെക്ക് ചെയ്യാം. എന്നിട്ട് ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ നമുക്ക് 360 കൊടുക്കാം. ഓക്കെ, ഞാൻ മോഷൻ ബ്ലറിനെ കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു നാച്ചുറൽ മോഷൻ ബ്ലർ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ആൻഡ് ഞാനിങ്ങനെ ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എക്സ്ട്രാ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഭയങ്കര താല്പര്യമാണ്. സോ ഞാൻ ഇതിലേക്ക് ഒരു ക്രോമാറ്റിക് അബ്രേഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു RGB സ്പ്ലിറ്റ് എഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ആൻഡ് ഇതുപോലെ നമുക്ക് എക്സ്പോഷർ ഉപയോഗിച്ചും ഗ്ലോ ഉപയോഗിച്ചും കളർ ഉപയോഗിച്ചും എല്ലാ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എഫക്റ്റ് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഞാൻ ബ്രൈറ്റ്നസ്സിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. 0 ആയിരിക്കണം വാല്യൂ. ആൻഡ് നമുക്ക് ആ കീ ഫ്രെയിം വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കാം. ഒരു കീ ഫ്രെയിം കൂടെ സെറ്റ് ചെയ്യുക. 0 ആയിരിക്കണം വാല്യൂ. അത് നമുക്ക് വീഡിയോയുടെ എൻഡിൽ കൊണ്ടുവെക്കാം. ഇനി സെൻറ്റർ പോയിന്റിലേക്ക് വന്നിട്ട് നമുക്ക് ബ്രൈറ്റ്നസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 50 കൊടുക്കുവാണ്. ആൻഡ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇങ്ങനെ നമുക്ക് ട്രാൻസിഷൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്പോഷർ എഫക്റ്റ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാൻസിഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു പ്രീസെറ്റ് ആയിട്ട് സേവ് ചെയ്യാം. ആൻഡ് വേറെ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഈ പ്രീസെറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബട്ട് ഇങ്ങനെ മാനുവലായിട്ട് നമ്മൾ ഓരോ ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഓരോ പ്രീസെറ്റ്സ് ആക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ബട്ട് നമുക്ക് മാക്സിമം ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് സീംലെസ് ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാം, അതും ഈസി ആയിട്ട്. സോ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് Aejuiceൻ്റെ സീംലെസ് ട്രാൻസിഷൻ പാക്കാണ്. നമ്മൾ ഓൾറെഡി Aejuiceനെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ Aejuice പാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് നമ്മളിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സീംലെസ് ട്രാൻസിഷൻ പാക്കിനെ കുറിച്ചാണ്. ആൻഡ് Aejuice പാക്കിൽ നമ്മൾ ട്രാൻസിഷൻസ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ സീംലെസ് ട്രാൻസിഷൻ പാക്ക് മാത്രമല്ല ഇവിടെ ഉള്ളത്. ബേണിംഗ് ട്രാൻസിഷൻസ്, സൈബർ പങ്ക് ട്രാൻസിഷൻസ്, ഗ്ലിച്ച് ട്രാൻസിഷൻസ്, ലൈറ്റ് സ്വൈപ്പ് ട്രാൻസിഷൻസ്, ലിക്വിഡ് ട്രാൻസിഷൻസ്, അങ്ങനെ ഒത്തിരി ട്രാൻസിഷൻ പാക്സ് തന്നെ ഇതിലുണ്ട്. ബട്ട് നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് സീംലെസ് ട്രാൻസിഷൻസ് മാത്രമായിരിക്കും. സോ എങ്ങനെ നമുക്ക് Aejuice പാക്ക് ഉപയോഗിച്ച് സീംലെസ് ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി എനിക്ക് ഈ 2 ക്ലിപ്പിലാണ് ട്രാൻസിഷൻ വേണ്ടത്. സോ ഞാൻ ക്ലിപ്പ് 2 സെലക്ട് ചെയ്യുവാണ്. ആൻഡ് എനിക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ട്രാൻസിഷൻ സെലക്ട് ചെയ്യാം. ഇഷ്ടംപോലെ ട്രാൻസിഷൻസ് ഉണ്ട്. നോക്കിയാലും തീരത്തില്ല. ഓരോന്ന് വെച്ച് പറയാൻ പോയാൽ ഒത്തിരി ടൈം എടുക്കും. സോ ഞാൻ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ഞാനിവിടെ ഈ ഷേക്ക് ട്രാൻസിഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിതൊന്നെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വീഡിയോ ആണ് നമുക്ക് കിട്ടുന്നത്. പ്രീമിയറിൽ നമ്മളൊരു 3 സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യണം. ബട്ട് ആഫ്റ്റർ എഫക്ട്സിലാണെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് നമ്മൾ Aejuice ട്രാൻസിഷൻ പാക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിഷൻ ആഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ കൂടെ സൗണ്ട് എഫക്ട്സും വരും. നമ്മൾ പുറത്തുനിന്ന് എക്സ്ട്രാ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് സൗണ്ട് എഫക്ട്സും ക്രിയേറ്റ് ആയിക്കോളും. ആൻഡ് അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രാൻസിഷൻ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഗ്രാഫിക്സ് പാനൽ ഓപ്പൺ ചെയ്യാം.
ആൻഡ് ഇവിടെ എസെൻഷ്യൽ ഗ്രാഫിക്സിൽ എഡിറ്റ് വിൻഡോയിൽ മോർഗട്ട് പ്ലേസ് ഹോൾഡർ ഓപ്ഷൻ കാണാം. ഇങ്ങോട്ട് നമുക്ക് സീക്വൻസ് ഡ്രാഗ് ചെയ്തിടണം. അതിനുവേണ്ടി നമ്മൾ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് പോവുകയാണെങ്കിൽ പുതിയൊരു Aejuice ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുന്ന കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഒരു പുതിയ സീക്വൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് നേരെ ഡ്രാഗ് ചെയ്ത് ഈ പ്ലേസ് ഹോൾഡറിൽ കൊണ്ടിടാം. ആൻഡ് ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാൻസിഷൻ ഇവിടെ അപ്ലൈ ആയിരിക്കുന്ന കാണാം. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് കൂടെ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഹൈറ്റ്, വിഡ്ത്ത്, പൊസിഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിവിടെ എല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് അടുത്തായിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ എഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഫക്ട്സിലേക്ക് പോയിട്ട് എക്സ്ട്രാ എഫക്റ്റുകളൊന്നും ഈ ട്രാൻസിഷനിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണ്ട എഫക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ട്രാൻസിഷനിൽ ഒരു ക്രോമാറ്റിക് അബ്രേഷൻ എഫക്റ്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ബോക്സ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ക്രോമാറ്റിക് അബ്രേഷൻ എഫക്റ്റ് വന്നിരിക്കുന്നതാണ്. ആൻഡ് അതിൻ്റെ കൂടെ എനിക്കൊരു ഗ്ലോ എഫക്റ്റ് കൂടെ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ഓണായി കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ ഗ്ലോ എഫക്റ്റും ക്രോമാറ്റിക് അബ്രേഷനും വന്നിരിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് Aejuice പാക്ക് ഒരു ബണ്ടിലായിട്ട് പർച്ചേസ് ചെയ്യാം. ആൻഡ് ബണ്ടിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പാക്സും കിട്ടും. ആക്ച്വലി എനിക്ക് ഭയങ്കര വർത്ത് ആയിട്ടാണ് തോന്നിയത്. ബിക്കോസ് Aejuice പാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പ്ലഗിൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. VFX എലമെൻറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ റെയിൻ പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, എല്ലാ VFX എലമെൻറ്റ്സ് ഉണ്ട്, LUTs ഉണ്ട്, ട്രാൻസിഷൻ പാക്കുകളുണ്ട്, ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട്, ടൈറ്റിൽ ആനിമേഷൻസ് ഉണ്ട്, ഷേപ്പ് എലമെൻറ്റ്സ് ഉണ്ട്, സൗണ്ട് എഫക്ട്സ് ഉണ്ട്, ഓഡിയോ വിഷ്വലൈസർ ഉണ്ട്, സ്ലൈഡ് ഷോസ് ഉണ്ട്, ഇമോജീസ് ഉണ്ട്. ആൻഡ് ഇഷ്ടം പോലെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ പാക്കിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ Aejuice പാക്ക് ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബണ്ടിലായിട്ട് പർച്ചേസ് ചെയ്യാനാണ്. ആൻഡ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും പാക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും പർച്ചേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സീംലെസ് ട്രാൻസിഷൻ മാത്രം മതിയെങ്കിൽ അത് മാത്രമായിട്ടും പർച്ചേസ് ചെയ്യാം. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുള്ള എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സീംലെസ് ട്രാൻസിഷൻ ആഫ്റ്റർ എഫക്ട്സിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് Aejuice പാക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ Aejuice പാക്ക് പ്രീമിയറിലും ആഫ്റ്റർ എഫക്ട്സിലും ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഫ്റ്റർ എഫക്ട്സിലും പ്രീമിയറിലും വന്നോളും. ഓക്കെ, ഇനി നമുക്കിവിടെ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ എഫക്ട്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈസിയാണ്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് നമുക്ക് വേണ്ട ട്രാൻസിഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇത് സെലക്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് പ്ലേ ഹെഡ് ട്രാൻസിഷൻ വേണ്ട പൊസിഷനിലേക്ക് കൊണ്ടുവെക്കാം. ഇങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ ട്രാൻസിഷൻ അപ്ലൈ ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ആൻഡ് കറക്റ്റ് പൊസിഷനിൽ ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മളിത് ഡ്രാഗ് ചെയ്ത് മാർക്കർ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചാലും മതി. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ട്രാൻസിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രീമിയറിൽ ആഡ് ചെയ്ത പോലെ ക്രോമാറ്റിക് അബ്രേഷൻ എഫക്റ്റ്, ഗ്ലോ ഇഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ കൺട്രോൾസ് സെലക്ട് ചെയ്യാം. നമ്മൾ കൺട്രോൾസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ബട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് പോയിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് ഓൺ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ക്രോമാറ്റിക് അബ്രേഷൻ ആണ് വേണ്ടെങ്കിൽ അത് ഞാൻ ഓൺ ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ മെയിൻ കോമ്പിലേക്ക് പോയിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ക്രോമാറ്റിക് അബ്രേഷൻ എഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് വേണ്ട ഇഫക്റ്റുകൾ ഇവിടുന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. സോ Aejuice പാക്ക് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു 30 സെക്കൻഡ്സ് പ്രീമിയറിലും ഒരു 10 സെക്കൻഡ്സ് ആഫ്റ്റർ എഫക്ട്സിലേ എടുക്കത്തുള്ളൂ. ആൻഡ് ഇതുപോലെ 1500+ ട്രാൻസിഷൻസ് ആണ് നമുക്ക് സീംലെസ് പാക്കിൽ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ബണ്ടിലായിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ഒരു ഓഫറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് 100% ക്യാഷ് ബാക്ക് കിട്ടും. അതായത് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് ഫുള്ള് റീഫണ്ട് ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് Aejuice പാക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ റിവ്യൂ വീഡിയോ കണ്ടാൽ മതി. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.